ഹായ് ഓൾ. ആദ്യം തന്നെ പറയാം, നമ്മളിന്ന് കണ്ട പടം സർവ്വമയമാണ്. ഫസ്റ്റ് ഷോ, അതായത് രാവിലെ 10 മണിയുടെ സിനിമാസ് വരാപ്പൂരിൽ കണ്ട മൂവിയാണ്. ഒന്നും പറയാനില്ല, നല്ലൊരു സിമ്പിൾ മൂവി. വേറെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് താരതമ്യം ചെയ്യാനൊന്നുമില്ല. നമുക്ക് എന്താണ് അതിൽ വേണ്ടത് എല്ലാം ഉണ്ട് അതിൽ. പണ്ടത്തെ ആ ഒരു നാട്ടിൻപുറത്തും കാര്യങ്ങളും, ഒറ്റപ്പാലം പാലക്കാട് ബ്രാഹ്മിൻസിൻ്റെ കാര്യങ്ങളും, നമ്പൂതിരിമാരുടെ കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പടം ഒരു 1.25 മണിക്കൂർ വരെ നല്ല കോമഡി കാര്യങ്ങൾ. അതിനുശേഷമാണ് പടം ശരിക്കും സെൻറ്റിമെൻറ്റ്സ് ട്രാക്കിലേക്ക് കയറുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ പോർഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പടം കുറച്ച് പടങ്ങളൊക്കെ ആയിട്ട് സമയം തോന്നാം. അത് കണ്ടവർ എന്താണ് സമയം തോന്നുന്നത് നിങ്ങൾ കമൻ്റ് ഒന്ന് ഇടുകയാണെങ്കിൽ അനുസരിച്ച് ഞാനും പറയാം. എനിക്ക് കൂടുതലും പടം താരതമ്യം ചെയ്തത് വേറൊരു പടമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറാവും. അപ്പോൾ ആ പാടായിട്ട് ശരിക്കും ഈ പടം ഒരു കമ്പാരിറ്റീവ് വരുന്നുണ്ട്. പക്ഷേ എടുത്ത രീതിയിലും പിന്നെ ഇതിൽ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട്, അതായത് നിവിൻപോളിയുടെ പ്രധാനമായിട്ടുള്ള കുട്ടി നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ആ പടം ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടുണ്ടായില്ല. ജസ്റ്റ് പാട്ടൊന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് കണ്ടു. പക്ഷെ അതിമനോഹരം, നല്ലൊരു രസമുള്ളൊരു മൂവി. പിന്നെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ അരവിന്ദ അതിഥികളിലെ ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നിക്കും. പക്ഷെ കൂടുതലും വേറൊരു പടമുണ്ട്, അത് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയാം. അതായത് പടം ഒന്ന് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കട്ടെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ കണ്ടവർ ഏത് പടമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലൂടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ പല പടങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു മൂവിയാണ്. നമ്മുടെ നിവിൻ്റെ പഴയ മാനറിസങ്ങളും പിന്നെ നിവിൻ അജു വർഗീസ് കോംബോ രക്ഷയില്ല. പഴയ പോലെ തന്നെ അവരെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ പടം നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാം. ഫാമിലി നല്ല രീതിയിൽ കയറും, അത് ഷുവറാണ്. കാരണം അത്രത്തോളം ഉണ്ട് ഈ പടത്തിൽ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഹൗസ്ഫുള്ളായിരുന്നു, എന്നാലും അത്യാവശ്യം ഫാമിലി എല്ലാവരും ചിരിക്കാനായിട്ട് ഒരുപാടുണ്ട്. എന്താ പറയുക, നല്ലൊരു നമുക്ക് അതിലേക്ക് ലയിച്ച് ചേർന്ന രീതിയിലാണ് പടം. അപ്പോൾ എല്ലാവരും കാണാൻ, വേറെ പറയാനൊന്നുമില്ല, അടിപൊളി മൂവി. പിന്നെ ഫാർമ കണ്ടിട്ടുള്ളത് ഫാർമയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക, അത് നല്ലൊരു മൂവിയാണ്. ഇത്തിരി സ്ലോ സ്പേസിലാണ് പോയെങ്കിലും ഇവിടെ അത്യാവശ്യം ഓക്കെയാണ്. കാരണം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് നമ്മുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് കുറിച്ചുള്ള പടമാണ് ശരിക്കും അത് പറയണത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന സമകാലിക കാര്യങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേയൊക്കെ കേട്ടും കണ്ടും കഥകൾ തന്നെയാണെങ്കിലും പക്ഷെ എടുത്ത രീതിയിലും കാര്യങ്ങളും ഒക്കെ. പക്ഷെ പെട്ടെന്ന് പടം തീർന്നു പോയൊരു ഫീലും തോന്നി, അത് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അത് കാണാം. പിന്നെ നിവിൻ എവിടെയും പോയിട്ടില്ല, നിവിൻ പഴയ പോലെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ പടം നിവിൻ പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പല പടങ്ങളും നമുക്ക് നിവിനെ ആ ഒരു ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും കാണാൻ എൻജോയ് ചെയ്യുക. സൂപ്പർ പടം. ഓക്കെ.